ജനുവരി 6. സാർവത്രിക സഭ ധനഹ തിരുനാള് ആണല്ലോ ഇന്ന് ആഘോഷിക്കുന്നത്. ധനഹ എന്ന സുറിയാനി പദം ദിനഹ് എന്ന ക്രിയാപദത്തിൽ നിന്നാണ് ഉണ്ടാകുക. ദിനഹ് എന്ന് പറഞ്ഞാൽ ഉദിക്കുക, ആവിഷ്കരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ധനഹ എന്ന് പറഞ്ഞാൽ ഉദയം, ആവിഷ്കാരം, പ്രത്യക്ഷീകരണം എന്നൊക്കെ അതിന് അർത്ഥം വരും. ലത്തീനിലും ഗ്രീക്കിലും ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്. എപ്പിഫനീയ എന്ന് പറഞ്ഞാൽ ലത്തീനിലും അതേ പദം തന്നെയാണ് ഗ്രീക്കിലും ഈ തിരുനാളിന് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ അതിന് എപ്പിഫനി എന്ന് പറയും. ഈ നാലും ഒന്ന് തന്നെ. സുറിയാനി ദേവാലയമായതുകൊണ്ട് നാം പരമ്പരാഗതമായി ഈ തിരുനാളിന് ധനഹ എന്ന് വിളിക്കുന്നു. ലത്തീൻ റീത്ത് അനുസരിച്ച് ഇതിനെ എപ്പിഫനി എന്ന് വിളിക്കുന്നു. എല്ലാം ഒന്ന് തന്നെ. ആവിഷ്കരിക്കുക, ഉദയം, പ്രത്യക്ഷീകരണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇനി എന്തിന്റെ ഉദയം, എന്തിന്റെ ആവിഷ്കാരം എന്നുള്ളതാണ് ഇവിടുത്തെ ശ്രദ്ധാവിഷയം. യേശുവിന്റെ ഉദയമാണ് വിഷയം. യേശുവിനെ ലോകത്തിന്റെ മുമ്പിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഈ തിരുനാളിന്റെ അടിസ്ഥാനം. ധനഹ തിരുനാളിനെ സംബന്ധിച്ച് ദൈവശാസ്ത്രത്തിൽ അടുത്ത വർഷങ്ങളായിട്ട് ഒരുപാട് ചിന്തകളിലെ വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം സുവിശേഷമായിട്ട് വായിച്ചിരുന്നത് പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് പുറപ്പെട്ട ആ സുവിശേഷ ഭാഗമായിരുന്നു. അപ്പൊ ജ്ഞാനികൾ ലോകത്തിന്റെ മുമ്പില് യേശുവിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ചിന്ത. വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ചിന്താരീതിയായിട്ടാണ് ഇന്ന് ദൈവശാസ്ത്രകാരന്മാര് അതിനെ വീക്ഷിക്കുന്നത്. വളരെ ആഴത്തിലുള്ള ദൈവശാസ്ത്രം ധനഹയെ സംബന്ധിച്ചിടത്തോളം സഭയില് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് നാം വായിച്ച സുവിശേഷം ശ്രദ്ധിക്കാൻ ഇടവന്നത്. വളരെ ആഴത്തിലുള്ള ദൈവശാസ്ത്രത്തിന്റെ പശ്ചാത്തലം യേശുവിനെ ലോകത്തിന് പ്രത്യക്ഷീകരിക്കുന്നത് കിഴക്ക് നിന്നുള്ള ജ്ഞാനികളല്ല, യേശുവാണ് ലോകത്തിന്റെ രക്ഷകൻ എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്ന സ്നാപ യോഹന്നാനാണ്. യോഹന്നാൻ മാത്രമല്ല, സ്വയമായിട്ട് യേശു പ്രത്യക്ഷീകരിക്കുന്നു, ആവിഷ്കരിക്കുന്നു. അതിനും പുറമെ പിതാവായ ദൈവത്തിന്റെ സാക്ഷിയും കൂടി അതിൽ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ധനഹയെ പറ്റി ചിന്തിച്ചാൽ അസ്തിത്വാത്മകമായിട്ടുള്ള ഒരു സമീപന രീതി അതിൽ കാണാം. ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങള് അതിൽ നിഴലിക്കുന്നതായിട്ട് കാണാം. വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തകളാണ് ഇതിന്റെ പുറകിലുള്ളത്. ഈ ചിന്തകളിലേക്കാണ് നമ്മൾ തപ്പി നോക്കേണ്ടത്. നമുക്കറിയാം, യോഹന്നാൻ രംഗപ്രവേശം ചെയ്യുന്നത് ലോകത്തിലേക്ക് കടന്നു വരാൻ ഇരിക്കുന്ന യേശു ലോകത്തിന്റെ രക്ഷകനാണ് എന്ന് ലോകത്തിന്റെ മുമ്പിൽ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ്. ഈ ആവിഷ്കാര പ്രക്രിയയാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭം. യോഹന്നാൻ യേശുവിനെ പറ്റി സംസാരിക്കുന്നു. യേശുവിനെ പറ്റി സംസാരിക്കുന്ന അവസരത്തില് യോഹന്നാൻ വളരെ വ്യക്തമാക്കുന്നു, ഞാനല്ല യേശു. യേശുവിനെ സാക്ഷ്യപ്പെടുത്താനാണ്, യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ നാടകീയമായ രീതിയിൽ, മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വിശുദ്ധ ലൂക്ക ഇതിനെ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്നതോടുകൂടെ വളരെ പരിപരുത്ത ജീവിതശൈലി, ഒട്ടകത്തിന്റെ രോമം, തേൻ ഭക്ഷണം, വെട്ടുകിളികൾ ഭക്ഷിക്കുന്നു, അങ്ങനെ വളരെ പരിപരുത്ത ഒരു മനുഷ്യന്റെ പ്രകൃതി, വളരെ ലാളിത്യമുള്ളൊരു പ്രകൃതി. എന്നാൽ ചിന്ത വളരെ ഉയർന്നു നിൽക്കുന്ന ആദർശവാദിയായിട്ടുള്ളൊരു മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് യോഹന്നാനെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. വളരെ ആദർശവാദിയായിട്ടുള്ളൊരു മനുഷ്യൻ, തത്വചിന്ത നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ സംസാരിക്കുന്നു, ഞാൻ യേശു അല്ല, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരം. തന്നെ യോഹന്നാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു സ്വരം. വനരോധനം എന്ന് നമ്മൾ പറയാറുണ്ട്. കാട്ടിലെ കാനനത്തിൽ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അതുകൊണ്ട് ഉപകാരമില്ല, മനുഷ്യരൊന്നും കാട്ടിലില്ല എന്നാണ് അതിന്റെ വെപ്പ്. കാട്ടിലുള്ള കാട്ടുമൃഗങ്ങള് അവരുണ്ടോ മനുഷ്യന്റെ സംസാരം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് വനരോധനം എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ലാത്ത ഒരു പ്രക്രിയ എന്നതിന് തുല്യമായിട്ടാണ് സാഹിത്യത്തിൽ അതിന് പറയുക. എന്നാൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം എന്ന് പറഞ്ഞാൽ വനരോധനത്തില് അല്ലെങ്കിൽ അതിൽ കാട്ടുമൃഗങ്ങളെങ്കിലും കേൾക്കാനുണ്ടാകും.
മരുഭൂമിയിലെ ജീവജാലങ്ങൾ പോലുമില്ല. എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ യാതൊരു തരത്തിലും ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രക്രിയയായിട്ടല്ല യോഹന്നാൻ അതിനെ കാണുന്നത്. പൂർണ്ണ അർത്ഥത്തിലുള്ള നിഷ്കാമ കർമ്മ. എന്റെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മനുഷ്യരാരും എനിക്ക് ഒരു പ്രതിഫലം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യോഹന്നാന്റെ തത്വദീക്ഷയുടെ ആഴങ്ങളാണ് നമ്മുടെ അവിടെ തപ്പേണ്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം എന്ന് പറയുമ്പോ ഈ ലോകത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതിഫലവും യോഹന്നാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കുകയാണ്. ഒരാളും ഈ വ്യക്തിയെ പുകഴ്ത്തുകയില്ല. അത് വനരോധനേക്കാൾ ശൂന്യമായിട്ടുള്ളൊരു രോദനമാണ്, ശബ്ദമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം. അതുകൊണ്ട് തത്വത്തിന്റെ അടിസ്ഥാനത്തില് അത് പ്രിൻസിപ്പിളിനനുസരിച്ച് വേണ്ടി മാത്രം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെ പ്രതിബദ്ധതയോടുകൂടി ആധികാരികമായിട്ട് നിർവഹിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ യോഹന്നാൻ മാംദാനയുടേത്. ലൂക്കാസ് സുവിശേഷൻ അത് ഇത്രയും വളരെ ചടുലമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ ഈ പ്രതിഭാസത്തോടുകൂടി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അവസരത്തില് സമൂഹത്തിലുള്ള ഉന്നത ശ്രേണികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകള്, ഫരീസയരുണ്ട് അതില്, ആ അവസരത്തിൽ സദ്ദൂച്യരുടെ ചില ഉന്നത വ്യക്തികളും കൂടെയുണ്ട്. ഒരു വലിയ സംഘം യോഹന്നാനെ സമീപിക്കുന്നു. യോഹന്നാന്റെ പ്രസംഗ ശൈലിയും യോഹന്നാന്റെ ജീവിത ശൈലിയും ഒക്കെ മനസ്സിലാക്കി മതിപ്പ് തോന്നിയിട്ടായിരിക്കണം അവരന്ന് യോഹന്നാനെ സമീപിച്ചത്. ചോദിക്കുന്നു, ഗുരു, അങ്ങ് വരാനിരിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തുവാണോ? യോഹന്നാന്റെ ഉത്തരം അല്ല. വീണ്ടും അവർ ചോദിക്കുന്നു, അങ്ങ് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വലിയ പ്രവാചകനായ ജെറമിയാണോ, ഏലിയാണോ? മതിപ്പോടുകൂടിയുള്ള ഒരു ചോദ്യമായിരിക്കണം അതുവരെ. യോഹന്നാൻ പറയുന്നു അല്ല. പിന്നെ ആരാണങ്ങ്? വീണ്ടും അവർ ചോദിക്കുകയാണ്. യോഹന്നാൻ അതിന് നൽകുന്ന ഉത്തരമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ സ്വരം ഞാൻ. എന്താ ഈ സ്വരത്തിന്റെ അർത്ഥം? ലോകത്തിലേക്ക് വരുവാനിരിക്കുന്ന ആ ക്രിസ്തുവിനെ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഉള്ള സ്വരമാണത്. എന്നിട്ട് യോഹന്നാൻ പറയുന്നു, നിങ്ങളുടെ മധ്യേ ഒരു വ്യക്തി നിൽപ്പുണ്ട്. ഈ വ്യക്തി എന്നേക്കാൾ വലിയ ശ്രേഷ്ഠനാണ്, ഉദാത്തമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. പക്ഷേ നിങ്ങൾ ആരും ആ വ്യക്തിയെ അറിഞ്ഞിട്ടില്ല. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ യേശുവിനെ ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയാണ് ഈ കണ്ടത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ മനുഷ്യൻ എന്നേക്കാൾ വലിയ ശ്രേഷ്ഠനാണ്. ആ ശ്രേഷ്ഠനെ നിങ്ങൾ കണ്ടിട്ടില്ല. ആ മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ വെറും ഒരു സ്വരം. ഇതാണ് യോഹന്നാന്റെ സാക്ഷ്യം. യേശുവിനെ ലോകത്തിന്റെ മുമ്പില് അവതരിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട യോഹന്നാന്റെ സാക്ഷ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭം. അങ്ങനെ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് യേശു ഗലീലിയായിൽ നിന്ന് യോർദാനിലേക്ക് നടന്നു വരുന്നു. അതൊരു ഗംഭീരമായൊരു നടപ്പ്. യേശു തന്നെ തീരുമാനിച്ച് തന്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി അതിനുള്ള എല്ലാ ന്യായങ്ങളും നീതിയും പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഉത്തമബോധ്യത്തോടുകൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഗലീലിയിൽ നിന്ന് യോർദാനിലേക്കുള്ളൊരു നടപ്പാണത്. ദണ്ഡിയാത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ? അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ളൊരു യാത്ര. യേശു ഗലീലിയയിൽ നിന്ന് യോർദാനിലേക്ക് നടന്നു വരുന്നു. യോർദാൻ കരയിലെ യോഹന്നാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലിയിലെ ആവേശഭരിതരമായിട്ടുള്ള ജനങ്ങൾ ആ നദീക്കരയിലുണ്ട്. യേശു നടന്നു വരുന്നു. യോഹന്നാനെ സമീപിക്കുന്നു. യോഹന്നാനോട് യേശു ചോദിക്കുന്നു, എനിക്ക് സ്നാനം തന്നാലും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ പ്രസംഗം നിർത്തിയിട്ട് യേശുവിനോട് പറയുന്നു, ഗുരു, അങ്ങിൽ നിന്ന് ഞാൻ സ്നാനം സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന സ്ഥിതിക്ക് അങ്ങ് എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുന്നുവോ? യേശുവിന്റെ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. എല്ലാ നീതിയും പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ജ്യേഷ്ഠനാണ് യോഹന്നാൻ, അനുജനാണ് യേശുക്രിസ്തു. ആ ദൗത്യത്തിന്റെ മഹത്വത്തിന്റെ ആന്തരികമായ ചൈതന്യത്തിൽ നിന്ന് യേശു പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിക്കുക. യോഹന്നാൻ അനുസരിച്ചു. യേശുവിന് സ്നാനം യോഹന്നാൻ നൽകുന്നു. അന്നത്തെ രീതി സ്നാനം നൽകുന്നത് പുഴയിൽ ഇറങ്ങിക്കൊണ്ട് അങ്ങനെ കുളിച്ച് അങ്ങ് പൊങ്ങുകയാണ്. അതിന്റെ ഇടയിലാണ് അതിന്റെ ക്രമങ്ങളൊക്കെ നടക്കുന്നത്. യോർദാൻ നദിയിലെ യേശു സ്നാനം സ്വീകരിക്കുന്നു. യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് യേശു പൊങ്ങുന്ന അവസരം സുവിശേഷത്തിലെ എത്രയോ ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുന്നു. വലിയ വലിയ അവസരങ്ങളിലെ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകും. ഹെലികോപ്റ്ററിൽ നിന്ന് മറ്റ് വിമാനങ്ങളിൽ നിന്ന് അങ്ങനെ പുഷ്പങ്ങള്, റോസ് ദളങ്ങളൊക്കെ വർഷിക്കുന്ന
വലിയ വിശേഷമായിട്ടുള്ള അവസരങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അപൂർവമായിട്ടെങ്കിലുമൊക്കെ കാണാം. നമുക്കല്ല, വലിയ വലിയ എകരപ്പെട്ട ആളുകൾക്ക് ഏതാണ്ട് അതേ രീതിയിൽ യേശു യോർദാനിൽ നിന്ന് ജലത്തിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് പൊങ്ങുന്ന അവസരത്തിലെ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടിക്ക് പകരം ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ ശിരസിലേക്ക് വന്ന് ഇറങ്ങുന്ന രംഗം എത്രയോ മനോഹരമായിട്ടുള്ള സാക്ഷീകരണം. യോഹന്നാന്റെ സാക്ഷീകരണത്തിന് ശേഷം സ്വർഗത്തിന്റെ സാക്ഷീകരണമാണ് ഈ പ്രാവിന്റെ ആഗമനം. സുന്ദരമായിട്ടുള്ള നിമിഷം. ഈ നിമിഷത്തോടുകൂടി സ്വർഗം തുറക്കപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നൊരു സ്വരം, പിതാവായ ദൈവത്തിന്റെ സ്വരമാണത്. എനിക്ക് പ്രസാദിച്ച പുത്രൻ ഇവനാ. ലോകത്തിനോട് പിതാവായ ദൈവം പറയുകയാണ്, ഞാൻ അയച്ച എന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇതാ, നിങ്ങൾ സ്വീകരിച്ചാലും. ഇത്രയേറെ സാക്ഷ്യമൂല്യമുള്ള ഒരു വസ്തുത സുവിശേഷത്തിൽ മറ്റൊന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ത്രിമാനങ്ങളാണ് ഈ സാക്ഷ്യത്തിനുള്ളത്. യോഹന്നാന്റെ സാക്ഷ്യം, യേശുവിനെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്, സ്ഥിരീകരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം. ഈ 3 സാക്ഷ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ധനഹ തിരുനാളിന്റെ അടിസ്ഥാനവും അതിന്റെ ആധാരവും സഭ ഇന്ന് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രപരമായിട്ട് വലിയ ആഴങ്ങളുണ്ട് ഇന്ന് ധനഹ തിരുനാളിന്. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടും കൂടി ആയിരിക്കണം സന്യാസ സഭ. ദൈവശാസ്ത്രം അഭ്യസിക്കാൻ ഇടവരുന്ന സന്യാസ സഭകളൊക്കെ, പ്രത്യേകിച്ച് വൈദിക സന്യാസ സഭകളൊക്കെ, അവർ നിർവഹിച്ചിട്ടുള്ള, അവർ അർപ്പിച്ചിട്ടുള്ള വ്രതങ്ങളൊക്കെ ഇന്നാണ് അവര് നവീകരിക്കുന്നത്. ഒട്ടുമുക്കാൽ സന്യാസ സഭകളും ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങള് തപ്പിയിട്ടുള്ള, അഭ്യസിച്ചിട്ടുള്ള സന്യാസ സഭകളും, ഒട്ടുമുക്കാൽ സന്യാസ സഭകളും ഇന്നാണ് വ്രതസമർപ്പണം നടത്തുന്ന, അല്ലെങ്കിൽ വ്രത നവീകരണം നടത്തുന്ന ദിവസം. ഈ ധനഹ തിരുനാളിന്റെ ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ട് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ ഇടവന്നത്. എന്നാൽ അത്രയേറെ ദൈവശാസ്ത്ര പശ്ചാത്തലോ ആഴങ്ങൾ മനസ്സിലാക്കാൻ ഇടവരാത്ത സന്യാസ സഭകളുണ്ട്. ആ സഭകള് ഉപവിപ്ലവമായിട്ടുള്ള ചില ചിന്തയുടെ അടിസ്ഥാനത്തിലും കൂടെ മറ്റു പല ദിവസങ്ങളും, ഒരു വർഷത്തിലെ പല ദിവസങ്ങളും വ്രത നവീകരണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏതായാലും അതിന്റെ വിവാദങ്ങളിലേക്കും അതിന്റെ നന്മതിന്മയിലേക്കും ഞാൻ കടക്കാതെ ഒരു സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ദൈവശാസ്ത്രപരമായിട്ടും ആരാധനാക്രമത്തിന്റെ അടിസ്ഥാനത്തിലും ധനഹ തിരുനാള് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിവസമാണ്. അത് വേറെ വിധത്തിലും നമുക്ക് മനസ്സിലാക്കാം. ആരാധനാക്രമ വത്സരത്തിലെ നമ്മെ സംബന്ധിച്ചിടത്തോളം 11 കാലഘട്ടങ്ങളാണ് നമുക്കുള്ളത്. ഈ 11 കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടവും തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. എന്നാൽ ഈ 11 കാലഘട്ടത്തിലെ ഏക കാലഘട്ടം, ധനഹ കാലഘട്ടം തുടങ്ങുന്നത് ഞായറാഴ്ചയാകണമെന്നില്ല. അത് ജനുവരി മാസം 6-ാം തീയതിയാണ്. അത് ഞായറാഴ്ചയാണെങ്കിൽ അന്ന്, ഇടദിവസമാണെങ്കിൽ അന്ന്, ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ധനഹകാലം ആരംഭിക്കുകയാണ്. മറ്റൊരു കാലഘട്ടത്തിലും ആ ദിവസം കാലഘട്ടം ആരംഭിക്കുകയില്ല. അത് ഞായറാഴ്ച കാലഘട്ടം ആരംഭിക്കുള്ളൂ. മറ്റ് 10 കാലഘട്ടങ്ങളും ആരംഭിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ് പുതിയ കാലഘട്ടങ്ങൾ ആരംഭിക്കുക. ആകെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ദിവസങ്ങൾ നോക്കാതെ കൃത്യം യേശുക്രിസ്തുവിന്റെ പിറവിക്ക് ശേഷം 13-ാം ദിവസം, അത് ഏത് ദിവസമായാലും ശരി, അന്നാണ് ധനഹകാലം ആരംഭിക്കുക. അത് ജനുവരി മാസം 6-ാം തീയതിയാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആരാധനാക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെയേറെ ശ്രദ്ധയുള്ള ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു തിരുനാളാണ് ധനഹ തിരുനാൾ. അതുകൊണ്ട് ഈ ആരാധനാക്രമ വത്സരം ആണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ആരാധനാക്രമ ജീവിതത്തിന്റെ ആ ചൈതന്യം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ക്രിസ്മസിന്റെ സീസൺ കഴിയുകയാണ്. അതുകൊണ്ട് ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ക്രിസ്മസിന്റെ ആവിഷ്കാരം എന്ന രീതിയിൽ അതിനോടനുബന്ധിച്ച് ഉയർത്തിയിരിക്കുന്ന നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ഒക്കെ എടുത്തു മാറ്റേണ്ട ദിവസമാണെന്ന്. നാളെ അതിന്റെ സ്ഥാനമില്ല. ആരാധനാക്രമം അനുസരിച്ച് നാം പുതിയൊരു കാലഘട്ടത്തിലേക്ക് ആരംഭിക്കുകയാണ്. ചിലരത് മനസ്സിലാക്കാതെ കെട്ടിയ നക്ഷത്രത്തിന് വലിയ കേടും വന്നിട്ടില്ല, അതവിടെ നിന്നോട്ടെ, കാണാൻ ഭംഗിയാണല്ലോ, അതൊരു സിമ്പിളായിട്ട് നിന്നോട്ടെ. അതല്ല ശരി. ഇന്നത്തോടുകൂടെ നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ആ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള എല്ലാ ആഘോഷ പരിപാടികളും അവസാനിക്കേണ്ട ദിവസമാണിന്ന്.
യേശുവിന്റെ പരസ്യജീവിതം ആരംഭിക്കുകയാണ്. പരസ്യജീവിതത്തിൽ യേശു സ്വയമായിട്ട് ആവിഷ്കരിക്കുന്ന, സ്വയമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തിന്റെ നാളങ്ങളാണ് നമ്മുടെ അടുത്ത് ഒപ്പിയെടുക്കേണ്ടത്. അതിനുള്ളൊരു ശ്രമമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടത്. ശ്രമിക്കാം നമുക്ക്.